ഹായ് കൂട്ടുകാരെ, ഈ മഴക്കാലത്ത് കുറേ ചെടികളുണ്ട് നാശമായിപ്പോയി. ഇത്രക്കും നല്ല കനത്ത മഴയാണ് ഇത്രയും ദിവസം പെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ മഴയത്ത് നാശമാവാത്ത കുറച്ച് ചെടികളുണ്ട്. അതാ ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് നാശമായില്ല എന്ന് മാത്രമല്ല, നല്ല അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടായ ചെടികളാണ്. ഒന്ന് ഇതാ എൻ്റെ ചീരച്ചെണ്ട്. ഇതിനൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല കേട്ടോ. നനവ് കിട്ടുന്തോറും എത്ര നനവ് കിട്ടിയോ മഴ കിട്ടിയോ അതിനൊരു കുഴപ്പമില്ല. അടിപൊളിയായിട്ടുണ്ടായി. ഇത് നമുക്ക് പിരിച്ചു കുഴിച്ചിടാനൊക്കെ പറ്റിയ ടൈമായത്. ഇതാ പിരിച്ചു കുഴിച്ചിടാൻ തൈയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് വിത്തുണ്ടാവൂല. ഇതിന്റെ തണ്ടും ഇലയും നമ്മൾ ഭക്ഷ്യയോഗ്യം. തണ്ടും ഇലയും നല്ല ടേസ്റ്റി ഫുഡായത്. ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇത് ചൊറിയോന്നുള്ളത്. ഇത് ഒട്ടും ചൊറിയില്ല, നല്ല ടേസ്റ്റും കൂടിയാണ്. ഇത് ഹൃദയാരോഗ്യം വർദ്ധിക്കും. ഇത് കഴിച്ചാൽ നമ്മളെ ചെറുപ്പം നിലനിർത്തുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് പറയുന്നത്. ഇതിൻ്റെ തോരൻ നല്ല സൂപ്പറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് എൻ്റെ ചായ മനസ്സ. ഈ ചായ മനസ്സയും ഒന്നും ആയിട്ടില്ല. പൊട്ടിച്ചു കൊടുക്കും തോറും നല്ല അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു ചായ മനസ്സുണ്ട്. ഇതൊരു മരം പോലാവും തോന്നുന്നുണ്ട് കേട്ടോ. പൊട്ടിക്കുന്നതോ വലുതായിട്ടുണ്ടായിന്. ഇത് രണ്ടും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ മഴ പെയ്ത് മഴ കുറഞ്ഞിട്ടും ഒന്നും കേടുവരാണ്ട് നിന്നിട്ടുണ്ട്. എൻ്റെ റംബൂട്ടാൻ കണ്ടോ? ഇതും അങ്ങനെ മഴക്കാലമാണ്. പക്ഷെ മഴ ശക്തിയാ മഴയത്ത് ഇത് പിടിച്ച് നിന്നിട്ടുണ്ട്. ഇതിനൊന്നും കേടും പറ്റിയിട്ടില്ല. നന്നായിട്ട് കായ്ച്ചും ചെയ്തിട്ടുണ്ട്. കായൊന്നും വീണ് പോയിട്ടില്ല കേട്ടോ. കായൊന്നും വീണ് പോവാത്ത നല്ല അടിപൊളിയായി നിന്നിട്ടുണ്ട്. ഇതിന് ഇനിയുണ്ട്, മാസങ്ങളെടുക്കും. മൂത്തിട്ടൊന്നുമില്ല. നല്ല കട്ട മഞ്ഞയാ. ഇത് പഴുത്താൽ മഞ്ഞ കളറാണ്. നല്ല മാംസമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിറയെ നല്ല മധുരമുള്ള. ഞാനിത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. നഴ്സറിയിൽ നിന്ന് വാങ്ങിയതല്ല, ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാ. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് അവർ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതായിരിക്കും. പക്ഷെ അത് ഞങ്ങൾക്ക് ബട്ടറും ഇതും രണ്ടും നല്ല ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട്. ഇതാണ് ബട്ടറൊക്കെ മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് കായെല്ലാം വീണ് കഴിഞ്ഞ് രണ്ടാമത് പൂവിടാൻ തുടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് പിന്നെ കായ്ച്ച് നിന്നിട്ടേ ഉള്ളൂ. ഇത് ഇപ്പം വിളവെടുക്കാനായിട്ടില്ല. ഇത് നല്ല മഞ്ഞ നിറം വന്നിട്ടേ ഇത് വിളവെടുക്കും. അന്നേരം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതങ്ങ് വെട്ടിക്കൊടുക്കും. വെട്ടുക എന്ന് പറഞ്ഞാൽ പ്രൂണിങ്, അല്ലാതെ മൊത്തം വെട്ടുകയല്ല. എന്നാൽ അടുത്ത വർഷം അത് നല്ല ശക്തിയിൽ ഇങ്ങോട്ട് വരും. നല്ല തളിർപ്പ്, നല്ല പുറകെ തളിര് വരും, പൂ വരും, കാ വരും. അങ്ങനെ ഇപ്പോൾ മഴക്കാലത്ത് എൻ്റെ പോവാത്തതൊക്കെ അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നു. എൻ്റെ പാൽസേമ്പ കുറച്ച് മുമ്പ് നട്ടതായിരുന്നു. ഇപ്പോൾ മഴക്കാലം ഇങ്ങോട്ട് ആയപ്പോൾ ഒന്നും കൂടി ഉഷാറായി. ഓണത്തിനേക്ക് വിളവെടുക്കാൻ തോന്നുന്നു. ഇതെൻ്റെ ചൈനീസ് ഓറഞ്ച്. ഇതിനും ഒരു കേട് പറ്റിയിട്ടൊന്നുമില്ല. ഞാൻ കുറേ പറിച്ചു കഴിഞ്ഞു. ഇനിയുതാ ഇതിലുണ്ട്. ഇത് പഴുത്ത ഒരു മഞ്ഞ കളർ വരും. അന്നേരം അങ്ങ് പറിച്ചെടുത്ത് എൻ്റെ നീര് ഞാൻ മീൻകറിയിൽ ഉപയോഗിക്കും. പ്രധാനമായും ഇത് ജ്യൂസാട്ടോ, ജ്യൂസിന് വേണ്ടിയിട്ടാണ്. നോമ്പിനൊക്കെ നല്ല ഉപകാരം. ഇതിൻ്റെ ഗുണം കൊണ്ടിട്ട് ഞാൻ വേറെ വാങ്ങി നട്ട്. ഇതാ ഇവിടെ ഒരു ചൈനീസ് ഓറഞ്ച് നട്ടിട്ടുണ്ട്. രണ്ടെണ്ണം ഞാൻ ഇക്കൊല്ലം നട്ടു. ഇത് നട്ടപ്പം തന്നെ കായോടുകൂടെ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയത്. കണ്ടില്ല, 4 കായ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 4 അല്ല, ചെറിയത് വേറെ ഉണ്ട്. ഇത് അവിടെ ഒക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. എൻ്റെ ഏലം കണ്ടില്ലേ? ഏലം നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. എൻ്റെ ചാക്കിൽ നട്ട കപ്പ കണ്ടോ? ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. കെട്ടിക്കൊടുത്തതാ അങ്ങോട്ട് വീഴുന്നതിന്. ഇത് ഞാൻ പൊന്നാങ്കണ്ടി നട്ടതാ. സ്ഥലമില്ലാത്തത് കൊണ്ട് ഉള്ള സ്ഥലത്ത് കെട്ടിത്തൂക്കി നട്ടതാ. ഇത് വിജയിച്ചു കേട്ടോ. എത്രയോ ഞാൻ വിളവെടുത്തത് ഇന്ന്.
പച്ചക്കറി തന്നെ കണ്ടു മടുക്കുന്നവർക്ക് ഇടയ്ക്കൊരു പൂ കാണിച്ചു തരികയെന്നേ ഉള്ളൂ. ഇത് മട കൊണ്ടാ പോവും, ഞാൻ സൈഡിലേക്ക് മാറ്റിയതാ. എൻ്റെ ഡെയ്സി ഇതാ ഞാൻ തണലിലേക്ക് മാറ്റിയത് കൊണ്ട് നിറയെ മൊട്ടും ഉണ്ടാകുന്നുണ്ട്, പൂവും പിടിക്കുന്നു. നല്ലോണം പൂവും പിടിച്ചിട്ടുണ്ട്, മൊട്ടും ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ക്യാബേജ് കണ്ടോ, മഴയത്തുനിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നനച്ചു കൊടുക്കല, ഈ മഴക്കാലത്തും നേരിട്ട് ഇതിന് മഴവെള്ളം തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓമനിച്ച് വളർത്തുന്നതായിരുന്നു. ഇത് കോഴിയാ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.